കടലിൻ്റെ കനിവും കാറ്റിൻ്റെ താളവും ചേർന്നൊരു ചരിത്ര സ്മാരകത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്നത്തെ സോളാർ യാത്രയിൽ നമ്മൾ നിങ്ങൾക്കായി കാണിക്കുന്നത്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ജില്ലയായ കാസർഗോഡ് പച്ചക്കാടിനും നീലാകാശത്തിനും ഇടയിൽ അഭിമാനമായി നിലനിൽക്കുന്ന ബേക്കൽ കോട്ട, അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കാണാം. ഈ കോട്ടയിലെ പ്രധാന നിർമ്മിതി മുഴുവൻ കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ കാണുന്ന നിരീക്ഷണ കേന്ദ്രമാണ്. അതിന് മുകളിൽ കയറിയാൽ ഈ കോട്ടയുടെ ചുറ്റുവട്ടം നമുക്ക് കാണാനാകും. പഴയ കാലത്ത് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്നവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പട്ടാളം നിലയുറപ്പിച്ചിരുന്നത് ഈ നിരീക്ഷണ കേന്ദ്രത്തിലായിരുന്നു. ഇവിടെ ഇരുന്ന് ഒരു ജവാൻ പകൽ മുഴുവൻ നമുക്ക് വേണ്ടി കാവൽ നിന്നൊരു ചിത്രം ഒന്ന് ഇമാജിനേഷൻ ചെയ്തു നോക്കൂ. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികളിൽ നമ്മെ കാക്കുന്ന ഇന്നത്തെ ജവാന്മാരും. ഇത് വെറും ഒരു തുളയല്ല, ജാഗ്രതയുടെ ജാലകങ്ങളായിരുന്നു. ഈ ജാലകത്തിലൂടെയാണ് പട്ടാളക്കാർ കടലിനെയും കാലത്തെയും ഉറ്റുനോക്കിയിരുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ചിറക്കൽ രാജാക്കന്മാരാണ് ഈ കോട്ട നിർമ്മിച്ചതെങ്കിലും പിന്നീട് ഹൈദരലിയും ടിപ്പു സുൽത്താനുമാണ് ഈ കോട്ട കൈവശം വെച്ച് പോകുന്നത്. അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലായിരുന്നു. ഈ കോട്ടക്കകത്ത് മുഴുവൻ ചെങ്കല്ലിൽ നിർമ്മിച്ച ഇതുപോലത്തെ ഒരുപാട് കിണറുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ കിണറുകളൊക്കെ നിർമ്മിച്ചത് ടിപ്പു സുൽത്താനാണെന്ന് പറയപ്പെടുന്നു. ടിപ്പു സുൽത്താൻ പട്ടണമായി ഈ കോട്ടയെ ഉപയോഗിച്ചിരുന്ന കാലത്താണ് ഇത്തരം കിണറുകൾ നിർമ്മിച്ചത് എന്നും പറയപ്പെടുന്നു. കോട്ടയുടെ മുകളിൽ വന്നിട്ട് അങ്ങോട്ടങ്ങ് നോക്കിയാൽ അറബിക്കടലും നീലാകാശവും ഒന്നാവുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഏറെ മനോഹരമാണ് ഈ കാഴ്ച. കോടിക്കണക്കിന് ചെങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഈ കോട്ടയിലെ ഓരോ കല്ലുകൾക്കും നമ്മോട് പറയാനുണ്ടാകുക ഓരോ ചരിത്രങ്ങളായിരിക്കും. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് കാസർഗോഡ് ജില്ലയിലെ സോളാറിൻ്റെ കഥകളാണ്. മലപ്പുറത്ത് നിന്നും കാസർഗോട്ടേക്കുള്ള സോളാർ യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എൻ്റെ പിറകെ വശത്ത് വിശാലമായ കടൽ കാണാൻ നിങ്ങൾക്ക്. കടലും ആകാശവും ഒന്നിച്ച പോലെ ഇവിടുന്ന് ഫീൽ ചെയ്യും. അത്രയും വിശാലമായ കടൽ. ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടാവില്ല ഞാൻ അവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഒരു അടിപൊളി സോളാർ പാനൽ ചെയ്തിട്ടുണ്ട്. അഷ്റഫ് ഖാൻ്റെ വീട്ടിലാണ്, ഉദുമക്കടുത്ത് കീഴൂരാണ് ഈ സോളാർ പാനൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു വലിയ പ്ലാന്റാണ്, 10 കിലോവാട്ടിൻ്റെ അടിപൊളി പ്ലാന്റ്. ഏറ്റവും പുതിയ ടെക്നോളജിയായ ബൈഫേഷ്യൽ പാനൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ദിവസം ഒരു 40 മുതൽ 60 യൂണിറ്റ് വരെ കറണ്ട് പ്രൊഡക്ഷൻ ചെയ്ത് KSEBക്ക് കൈമാറുന്ന ഒരു അടിപൊളി പ്ലാന്റാണ്.